Greetings to you all in the glorious name of our Lord and Savior Jesus Christ, who is coming soon to receive the glorious church as early as possible. വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും വന്ദനമറിയിക്കുന്നു. Today we are going to discuss chapter 2, verses 12 to 14. പെർഗമോസ് സഭയ്ക്കെഴുതിയ ദൂതാണ് ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. പെർഗമോസ് സഭയ്ക്ക് എഴുതിയ ദൂത് 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പെർഗമോസ് സഭയ്ക്ക് എഴുതിയ ദൂതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെർഗമോസ് എന്താണ്, ഈ സ്ഥലം ഏതാണ്, എവിടെയാണ് എന്ന് ഒരു 2 മിനിറ്റിൽ ഞാൻ പറഞ്ഞിട്ട് ഈ ദൂതിലേക്ക് പ്രവേശിക്കാം. പെർഗമോസ് പുരാതന ഏഷ്യ മൈനറിലെ ഒരു പട്ടണമാണ്. ഇറ്റ്സ് എ ക്യാപിറ്റൽ ഓഫ് ഹെലനിസ്റ്റിക് മൊണാർക്കി. ഗ്രീക്ക് മൊണാർക്കിയുടെ ഏകാധിപതിയുടെ കീഴിലുണ്ടായിരുന്ന ഗ്രീക്ക് ഭരണാധികാരിയായ അലക്സാണ്ടർ ദ ഗ്രേറ്റിനാൽ സ്ഥാപിക്കപ്പെട്ട ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന യവനായ ചിന്തകരുടെ ഒരു നാടാണ് പെർഗമോസ് എന്ന് പറഞ്ഞ സ്ഥലം. Now it is in ടർക്കി. തുർക്കി എന്ന് പറഞ്ഞ രാജ്യത്തിൽ ആണ് ഇപ്പോ ഈ സ്ഥലം നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഓർപ്പിച്ചു, each church period is having its own importance. സ്മർണ സഭ പേഴ്സിക്യൂട്ടഡ് ചർച്ചാണ്. പീഡനത്തിലൂടെ കടന്നുപോയ ദൈവസഭയാണ് സ്മർണ സഭ. അത് AD 312 വരെ ആയിരുന്നു സ്മർണ സഭയുടെ കാലഘട്ടം. എന്നാൽ പെർഗമോസ് സഭയുടെ കാലഘട്ടം നാം പഠിക്കുമ്പോൾ AD 312 റോമൻ എംപറർ ആയിരുന്ന കോൺസ്റ്റന്റൈൻ became a Christian and he legalized the church as the royal church. 312 ആ കാലഘട്ടത്തിലെ റോമൻ എംപറർ ആയിരുന്ന കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി തീരുകയും അദ്ദേഹം നിർബന്ധമായി എല്ലാവരെയും ക്രിസ്തു മതത്തിലേക്ക് ക്ഷണിക്കുകയും ആ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന റോമൻ ഗവൺമെന്റിന്റെ എല്ലാവിധ ദുരാചാരങ്ങളും വിഗ്രഹ ആരാധനകളും എല്ലാ മത ആചാരങ്ങളും ക്രിസ്തീയ സഭയ്ക്കകത്തേക്ക് പ്രവേശിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി തീർന്നു കഴിഞ്ഞപ്പോ there is a history behind that. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു രാത്രിയിൽ ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു സ്വപ്നമുണ്ടായെന്നും ആ സ്വപ്നത്തിൽ റോമൻ ആർമിയുടെ മുമ്പിൽ ക്രൂശിന്റെ ഒരു രൂപം വെച്ച് യുദ്ധത്തിന് പുറപ്പെടുവാൻ അദ്ദേഹത്തോട്
അറിയിക്കുന്നു. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞ് ആ യുദ്ധത്തിൽ റോമൻ എംപറർ, റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ആ യുദ്ധം ജയിച്ചു. യുദ്ധം ജയിച്ച് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിയായി തീർന്നു. വിത്തൗട്ട് എനി റിപ്പന്റൻസ് ഹി ബിക്കെയിം ക്രിസ്ത്യൻ. ഉപദേശങ്ങളൊന്നുമില്ലാതെ, രക്ഷയോ മാനസാന്തരമോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ലാതെ എല്ലാവരെയും നിർബന്ധിച്ച് ക്രിസ്ത്യാനികളാക്കി തീർത്തു. When Constantine became a Christian, because he was the emperor of Rome who stopped all the persecutions of the church, and the church was declared as the emperor church or the royal church. ദൈവസഭയെ രാജകീയ സഭയായി വിളംബരം ചെയ്തു. അങ്ങനെ അന്ന് റോമൻ മതത്തിൽ നിലനിന്നിരുന്നതായ എല്ലാവിധ അനാചാരങ്ങളെയും ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്നു. അല്പം കൂടെ പറഞ്ഞ ഈ പെർഗമോസ് സഭയുടെ കാലഘട്ടം ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ AD 312 മുതൽ AD 600 വരെയുള്ള കാലഘട്ടമാണ് പെർഗമോസ് എന്ന സഭയുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് എല്ലാവിധ ദുരുപദേശങ്ങളും പ്രവേശിച്ചു. അതിനെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവിധ ദുരുപദേശങ്ങളും ദൈവസഭയ്ക്കകത്ത് പ്രവേശിക്കുന്നു. റോമൻ മതത്തിൽ അന്ന് നിലനിന്നിരുന്നതായ എല്ലാവിധ പ്രധാന ദിനങ്ങളെയും ക്രിസ്തീയ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ആചാരങ്ങളാക്കി മാറ്റി. ഈ ചർച്ചിന് ഒരു കുഴപ്പം കൂടെ. This church is called as the compromised church. രാജകീയ ഭരണകൂടവുമായി ദൈവസഭ ഒരു സംവാദത്തിലെത്തി, കോംപ്രമൈസിലെത്തി. Everything has been compromised by the church. All the idol worship came into the church. All the idol doctrines came to the church. Worshipping of Mary, everything that is entered into the church. ആ കാലഘട്ടത്തില് പെർഗമോസ് എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. ആ വാക്കിന്റെ അർത്ഥം ലിറ്ററലി ഇറ്റ് മീൻസ് ഹൈറ്റ്, എലിവേഷൻ, ഉന്നത സ്ഥാനം എന്നൊരർത്ഥമാണ് കിടക്കുന്നത്. പെർഗമോസ്, പെർഗോസ് ആൻഡ് ഗാമോസ്. ഗാമോസ് മീൻസ് marriage, to be married എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. 312 Constantine became a Christian, and he declared that Christian church as the emperor church or the royal church. അതിനെക്കുറിച്ച് നമ്മൾ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. ആരാണ് സംസാരിക്കുന്നത്? ഇരുവായത്തിലുള്ള വാള് ഉള്ളവൻ അരുളി ചെയ്യുന്നത്. These things says by who has sharp sword
with two-edged sharp sword. ഇരുവായ്ത്തലയുള്ള വാളുള്ളവൻ അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ഇരുവായ്ത്തിലുള്ള വാളാണെന്ന് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ജീസസ് ക്രൈസ്റ്റ് ഈസ് ഡയറക്ട്ലി സ്പീക്കിംഗ് ടു ദ ചർച്ച്. അവരോട് പറയുകയാണ്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളടമെന്നും ഞാൻ അറിയുന്നു. ഈ ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയുള്ള ഇരുവായ്ത്തിലുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ നിന്റെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അടുത്തത്, നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. There is two merits. 2 ഗുണം ഈ ദൈവസഭയെ കുറിച്ച് കർത്താവ് പറയുന്നു. നീ എവിടെ പാർക്കുന്നു എന്ന് എനിക്കറിയാം. അത് സാത്താന്റെ സിംഹാസനങ്ങളോടവാ. എന്നുവെച്ചാൽ ദൈവസഭയിലേക്ക് എല്ലാവിധ സാത്താനീയ ആരാധനകളും റോമൻ മതത്തിന്റെ എല്ലാവിധ ആരാധനകളും റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ദൈവസഭയെ രാജകീയ സഭയായി പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോ ആ ദൈവസഭയിലേക്ക് കയറി വന്നു. ആ കയറി വന്നതുകൊണ്ട് റോമൻ സഭയ്ക്കകത്തുണ്ടായിരുന്ന, റോമൻ മതത്തിലുണ്ടായിരുന്ന എല്ലാവിധ ദുരാചാരങ്ങളും സാത്താനിക ആരാധനകളും ക്രിസ്ത്യൻ സഭയിലേക്ക് കയറി വന്നു. അതിനവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ഐ നോ വേർ യു ആർ സ്റ്റേയിങ്, ദ പ്ലേസ് വേർ സൈറ്റാൻസ് സീറ്റ് ഈസ് ദേർ. സാത്താന്റെ സിംഹാസനമുള്ളവിടത്ത്, സാത്താന്റെ പാർപ്പിടമുള്ളിടത്ത്, സാത്താന്റെ ആരാധനയുള്ളിടത്ത് റോമൻ, ഒരിക്കൽ കൂടി ഓർപ്പിക്കാം, റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ക്രിസ്തു സഭയിലേക്ക് വരികയും അതോടുകൂടെ ദൈവസഭയ്ക്കുണ്ടായിരുന്ന മഹാപീഡ 10 പീഡകൾ അവസാനിച്ചു 312. അതിനുശേഷം ദൈവസഭയെ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ദൈവസഭയെ രാജകീയ സഭയായി പ്രസ്താവിക്കുന്നു. കമ്പൽസറിയായി എല്ലാവരെയും ദൈവസഭയിലേക്ക്, ക്രിസ്തീയ സഭയിലേക്ക് സ്വീകരിക്കുന്നു. അങ്ങനെ വന്നപ്പോ അന്നത്തെ കാലത്ത് റോമൻ മതത്തിലുണ്ടായിരുന്ന എല്ലാവിധ ദുരു ആചാരങ്ങളും ദൈവസഭയിൽ പ്രവേശിച്ചു. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 മെറിറ്റ്സ് അവരെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. യു ഹോൾഡ് ഫാസ്റ്റ് മൈ നെയിം. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. 2, നീ നിന്റെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല. 2 മെറിറ്റ്സ് അവരെ കുറിച്ച് പറയുക. എന്നുവെച്ച് പറയുന്നു, നീ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊല്ലുന്ന സമയത്ത് പോലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിഷേധിച്ചില്ല. ഈ കാലഘട്ടത്തിൽ there was a martyr called Antipas. അന്റിപ്പാസിനെ തലവെട്ടിക്കൊന്നു എന്നൊക്കെയാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ പോലും അത്രയും പീഡകളിൽ കൂടെ ദൈവസഭ കടന്നുപോയിട്ടും
അവർ ദൈവസഭയുടെ വിശ്വാസം നിഷേധിച്ചില്ല എന്നാണ് ദൈവത്തിന്റെ ആത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ രണ്ട് മെറിറ്റ്സ്: ഒന്ന്, നിങ്ങൾ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു; രണ്ട്, എന്റെ ദാസനായ അന്തിപ്പാസിനെ കൊലപ്പെടുത്തിയ ആ കാലഘട്ടത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അത് കഴിഞ്ഞാൽ അവരോട് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് കുറെ കുറ്റങ്ങൾ പറയാനുണ്ടോ. There are many demerits. രണ്ട് മെറിറ്റ്സ് പറഞ്ഞു. ഒന്ന്, നിങ്ങൾ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു; രണ്ട്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല. Even though you are staying in the place where Satan's throne is stayed, സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണ് നിങ്ങൾ പാർക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ചിരിക്കുക. എന്റെ ദാസനായ അന്തിപ്പാസിനെ വധിക്കുന്ന കാലഘട്ടത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം ഉപേക്ഷിച്ചില്ല. രണ്ട് ഗുണങ്ങൾ കർത്താവ് പെർഗമോസ് കാലഘട്ടത്തിലുള്ള ദൈവസഭയോട് പറയുന്നു. AD 312 മുതൽ AD 600 വരെയുള്ള ദൈവസഭയുടെ കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് പെർഗമോസ് ചർച്ച് പീരീഡ് എന്നറിയപ്പെടുന്നത്. 7 സഭാ ചരിത്രം, ഇന്ന് വരെയുള്ള സഭാചരിത്രത്തെ 7 തിരിക്കാം. ഒന്ന്, അപ്പോസ്റ്റോലിക് ചർച്ച്; രണ്ട്, പെർസിക്യൂട്ടഡ് ചർച്ച്; മൂന്ന്, റോയൽ ചർച്ച്. അങ്ങനെ ഓരോ പേരുകളിൽ ദൈവസഭയെ പേരിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോസ്റ്റോലിക് ചർച്ചിന്റെ പീരീഡ് 120 വരെയുള്ള കാലഘട്ടം. 120 മുതൽ 312 വരെയുള്ള കാലഘട്ടം ദ പെർസിക്യൂട്ടഡ് ചർച്ച്, അഥവാ സ്മിർന സഭയുടെ കാലഘട്ടം. സ്മിർന സഭയുടെ കാലഘട്ടം കഴിഞ്ഞ് 312 മുതൽ 600 വരെയുള്ള കാലഘട്ടം പെർഗമോസ് സഭയുടെ കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ദൈവസഭയ്ക്കകത്ത് എല്ലാവിധ ദുരാചാരങ്ങളും കയറി വരുന്നത്. ഇവിടെ പറയുകയാണ്, നിന്നെക്കുറിച്ച് എനിക്ക് കുറ്റം പറയാനുണ്ട്. ഒന്ന്, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിന്റെ കൂട്ടത്തിലുണ്ട്. ശ്രദ്ധിക്കുക, ഇസ്രായേലിനെ നോക്കി ബാലാക്ക് എന്ന് പറഞ്ഞ രാജാവ് ബലയാം എന്ന് പറഞ്ഞ പ്രവാചകനെ ഇസ്രായേലിനെ ശപിക്കാനായി വിളിക്കുന്നു. ദാറ്റ് ഈസ് റിട്ടേൺ ഇൻ ദ ബുക്ക് ഓഫ് നമ്പേഴ്സ്. സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഇസ്രായേലിന് ആവിചാരം ഭരിക്കത്തില്ല എന്നൊക്കെ പറയുന്ന ഭാഗമാണ് ഇവിടെ ഉള്ളത്. ബലയാം എന്ന് പറഞ്ഞ പ്രവാചകനെ വിളിച്ചുകൊണ്ടുവന്ന് ബാലാക്ക് ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. പല പ്രാവശ്യം ബലയാം പോയിട്ടും ബലയാമിന് ജനത്തെ ശപിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെ വന്നപ്പോ ബലയാം യഹോവയുടെ വാക്ക് കേൾക്കാതിരുന്നപ്പോ ബലയാമിന്റെ വാഹന വർഗമായിരുന്ന കഴുത ബലയാമിനോട് സംസാരിച്ചു. നമ്മൾ സംഖ്യാപുസ്തകം 20 മുതൽ 23 വരെയുള്ള അധ്യായങ്ങൾ ആ ഭാഗം വായിക്കുന്നു. അപ്പൊ ബാലാക്ക് ബലയാമിനോട് ചോദിച്ചു, എങ്ങനെ ഈ ജനത്തെ എനിക്ക് വശീകരിക്കാം? അപ്പൊ അവരോട് ബാലാക്ക് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇസ്രായേൽ ജനത്തെ വിഗ്രഹാർപ്പിതം തിന്നാൻ നിർബന്ധിക്കുക, അവരുടെ ഇടയിൽ ദുർനടപ്പാതിരിക്കാൻ നിങ്ങളുടെ സ്ത്രീകളെ അവരുടെ ഇടയിലേക്ക് കയറ്റി വിടുക. അങ്ങനെ ഒരു ഉപദേശം പിടിച്ചു നിൽക്കുന്നവർ നിങ്ങളുടെ നടുവിലുണ്ട് എന്നൊരു കുറ്റം നിങ്ങളെക്കുറിച്ച് എനിക്ക് പറയാറുണ്ട്. ദ ഡോക്ട്രിൻ ഓഫ് ബലയാം, ബലയാമിന്റെ ഉപദേശം
പിടിച്ചു നിൽക്കുന്നവർ നിങ്ങളുടെ നടുവിലുണ്ടെന്ന് ഒരു കുറ്റം എനിക്ക് നിങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. 2, നിക്കലോവരുടെ ഉപദേശവും നിങ്ങളിൽ ചിലരുടെ നടുവിലുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ ഇടയിൽ ഇടർച്ച വെപ്പാൻ അവരെ ബാലാക്കിനെ ഉപദേശിച്ച ബലയാമിന്റെ ഉപദേശം. അപ്പോ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ നമ്മൾ വന്നപ്പോ അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ന്യായപ്രമാണം ഫോളോ അപ്പ് ചെയ്യാൻ ആ കാലഘട്ടത്തിലെ യഹൂദന്മാർ പുതിയ ക്രിസ്ത്യാനികളെ നിർബന്ധിക്കുന്നു. പരിച്ഛേദന എടുക്കണം, ഇങ്ങനെ പല കാര്യങ്ങൾ അവർ കൊണ്ടുവന്നപ്പോ അവിടെ കർത്താവിന്റെ അപ്പോസ്തലനായ യാക്കോബിന്റെ നേതൃത്വത്തിൽ യെരുശലേം സുന്നത ഹൗസിൽ the council of the first council of the apostolic church യെരുശലേം കൗൺസിലിൽ പത്രോസ് അപ്പോസ്തലനും യാക്കോബ് അപ്പോസ്തലന്റെ നേതൃത്വത്തിൽ കൗൺസിൽ കൂടുകയും അവരോട് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ജാതികളിൽ നിന്ന് വന്നവരെ നമ്മൾ അധികം പ്രയാസപ്പെടുത്തണ്ട. അവർ ന്യായപ്രമാണം ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അവരോടൊരു കാര്യം പറയാം, താനെ ചത്തതും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുതെന്നും രക്തത്തോടുകൂടി ഒന്നും അനുഭവിക്കരുത് എന്നും ഈ 3 ഉപദേശം അവിടെ കൊണ്ടുവന്നു. അത് നമ്മള് ആക്ട്സ് 15-ാം അധ്യായത്തിൽ വായിക്കുന്ന ഭാഗമാണ്. ഞാൻ വേണമെങ്കിൽ അത് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ ആ ഭാഗത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗം ഞാൻ നിങ്ങളുടെ അറിവിനായിട്ടൊന്ന് വായിക്കുന്നു. പതിനഞ്ചാം അധ്യായത്തിന്റെ 18 മുതൽ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞവരെ അസഭ്യപ്പെടുത്താതെ അവർ 1 വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിപ്പാൻ അവർക്ക് എഴുതേണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണമെന്നും പരിച്ഛേദന ഏൽക്കണമെന്നും യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്ന പ്രിയപ്പെട്ടവർ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരെ നിർബന്ധിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ അപ്പോസ്തലനായ യാക്കോബിന്റെ നേതൃത്വത്തിൽ, പത്രോസിന്റെയും യാക്കോബിന്റെയും നേതൃത്വത്തിൽ യെരുശലേം സുന്നത ഹൗസിൽ ദ ഫസ്റ്റ് കൗൺസിൽ ഓഫ് ദി അപ്പോസ്തോലിക് ചർച്ച് യെരുശലേം സുന്നത ഹൗസിൽ തീരുമാനിച്ച തീരുമാനമാണ് ഞാനിപ്പോ വായിച്ചത്. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ 1 വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ദാറ്റ് മീൻസ് ഫോർണിക്കേഷൻ, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിക്കണം എന്നല്ലാതെ അവരിലേക്കൊരു ഭാരം വെക്കരുത് എന്ന് യെരുശലേം കൗൺസിൽ പറയുന്നു. ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഈ ഉപദേശമാണ് ബാലാക്കിന് ബലയാം കൊടുത്തത്. ഞാൻ പറഞ്ഞു, സംഖ്യാപുസ്തകം 20-ാം അധ്യായം മുതൽ 23-ന്റെ അവസാനം വരെയുള്ള 3 അധ്യായങ്ങളിൽ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി മൊവാബ് രാജാവായിരുന്ന ബാലാക്ക് ബലയാമിനെ വിളിക്കുന്നു.
ബലയാം ഒരു പ്രവാചകനാണ്. ആ പ്രവാചകൻ വന്നിട്ട് നീ ജനത്തെ ശപിക്കണം, ഇഷ്ടം മാതിരി പണം അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് ഓഫർ ചെയ്യുന്നു. അങ്ങനെ വന്നപ്പോ അദ്ദേഹത്തിന് സഞ്ചരിച്ചിരുന്ന വാഹനമായ കഴുത അദ്ദേഹത്തെ രണ്ട് ദീവാളുകളുടെ ഇടയിൽ വെച്ച് ഞരക്കി. കഴുതയെ ബലയാം അടിച്ചു. ബലയാം അടിക്കുമ്പോ ബലയാമിനോട് ഈ കഴുത പറയുകയാണ്, നീണ്ട വർഷങ്ങളായി നീ എന്റെ മേലല്ലയോ സഞ്ചരിച്ചിരുന്നത്, നീ എന്തിനാണ് ഇപ്പൊ എന്നെ അടിച്ചത്? അപ്പൊ കഴുതയോട് ബലയാം പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞപ്പോ കഴുത പറയുന്നത്, യഹോവയായ ദൈവത്തിന്റെ ദൂതൻ വാളൂരി പിടിച്ച് എന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബലയാം ആ ഭാഗത്തുനിന്ന് ഒഴിഞ്ഞു വന്നു. പിന്നെയും ബാലാക്ക് ബലയാമിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ബലയാം ബാലാക്കിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, സെൻഡ് യുവർ വുമൺ ഇൻടു ദി ഇസ്രായേലിന്റെ നടുവിലേക്ക് നിങ്ങളുടെ സഹോദരിമാരെ ഇറക്കി വിടുക, സ്ത്രീകളെ ഇറക്കി വിടുക. അവര് പരശ്രമം ചെയ്ത് പാപം ചെയ്ത് ആയിരക്കണക്കിന് ജനം നശിച്ചു. അതാണിവിടെ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ the first council of the apostolic church, the first council of the apostolic church, യാക്കോബ് അപ്പോസ്തലന്റെ നേതൃത്വത്തിൽ യെരുശലേമിൽ കൂടിയ ജെറുസലേം കൗൺസിലിൽ എടുത്ത തീരുമാനമാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത്. ജാതികളിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്നവരെ അധികം പ്രയാസപ്പെടുത്തണ്ട, അവർ 3 കാര്യം ചെയ്താൽ മതി. 1, വിഗ്രഹമാലിന്യങ്ങൾ ഉപേക്ഷിക്കുക. 2, പരസംഗം ചെയ്യരുത്. 3, ശ്വാസം മുട്ടി ചത്തതിനെ ഭക്ഷിക്കരുത്. 4, രക്തം ഉള്ളതൊന്നും അവർ ഭക്ഷിക്കാൻ പാടില്ല, അറുത്ത് ഭക്ഷിക്കുക. ഈ 3 ഉപദേശങ്ങളാണ് ദൈവസഭയ്ക്ക് അപ്പോസ്തലന്മാർ നൽകിയത്. എന്നാൽ നമ്മളിവിടെ വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോ ഇവിടെ വായിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ എടുത്ത് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. എനിക്ക് നിങ്ങളെക്കുറിച്ച് ചില കുറ്റങ്ങൾ പറയാനുണ്ട്. 1, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന് അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശം പറഞ്ഞു കൊടുത്ത ബലിയാമിന്റെ ഉപദേശം പിടിക്കുന്ന ചിലർ നിന്റെ കൂടെ ഉണ്ട്. നിങ്ങൾ പാർക്കുന്നത് സാത്താന്റെ സിംഹാസനമുള്ളിടത്താ, സാത്താൻ വസിക്കുന്നിടത്താ നീ പാർക്കുന്നത്, സാത്താന്റെ ഇരിപ്പിടം ഉള്ളിടത്താ നീ ഇരിക്കുന്നത്. എന്നാലും നിങ്ങൾക്കൊരു ഗുണമുണ്ട്. ഗുണം എന്താണെന്നറിയാവോ? നിങ്ങൾ എന്റെ നാമം മുറുകെ പിടിച്ചിട്ടുണ്ട്. 2, എന്റെ ദാസനായ അന്തിപ്പാസിനെ വധിക്കുന്ന കാലഘട്ടത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം ത്യജിച്ചു കളഞ്ഞില്ല, നിഷേധിച്ചു കളഞ്ഞില്ല. 2 ഗുണങ്ങൾ പെർഗമോസിലുള്ള ദൈവസഭയോട് കർത്താവ് പറയുന്നുണ്ട്. 2 ഗുണങ്ങൾ. 1, നിങ്ങൾ പാർക്കുന്ന സാത്താന്റെ സിംഹാസനം ഇരിക്കുന്നിടത്താണ്, എങ്കിൽ പോലും സാത്താൻ പാർക്കുന്നിടത്താണ് നിങ്ങൾ പാർക്കുന്നതെങ്കിലും നിങ്ങൾ എന്റെ നാമം മുറുകെ പിടിച്ചിട്ടുണ്ട്. 2, എന്റെ ദാസനായ അന്തിപ്പാസ് വധിക്കപ്പെട്ട കാലഘട്ടത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല. There are 2 merits to the church at Pergamos. പെർഗമോസിലുള്ള ദൈവസഭയ്ക്ക് 2 മെറിറ്റ്സ് എടുത്ത് കാണിക്കുക. 1, നിങ്ങൾ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. 2, എന്റെ ദാസനായ അന്തിപ്പാസ് വധിക്കപ്പെട്ട കാലത്തിൽ പോലും നിങ്ങളുടെ വിശ്വാസം നിഷേധിച്ചില്ല. എന്നുവെച്ചാൽ അവരോട് പറയുക, നിങ്ങൾ പാർക്കുന്നത് സാത്താന്റെ പാർപ്പിടമുള്ളിടത്താ, സാത്താന്റെ സിംഹാസനം ഇരിക്കുന്നിടത്താ, സാത്താന്റെ ആരാധന ഇരിക്കുന്നിടത്താ നിങ്ങൾ പാർക്കുന്നത്, എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിഷേധിച്ചില്ല. അത് കഴിഞ്ഞാണ് അവരോട് പറഞ്ഞത്, എനിക്ക് നിങ്ങളെക്കുറിച്ച് കുറച്ച് ഡീമെറിറ്റ്സും പറയാനുണ്ട്, നിങ്ങളെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. 1, ഇസ്രായേൽ മക്കളെ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന് ഉപദേശിച്ച ബലയാമിന്റെ ഉപദേശം പിടിക്കുന്നവർ നിങ്ങളുടെ കൂടെ ഉണ്ട്. 2,
നിക്കലോവീരുടെ ഉപദേശവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ശ്രദ്ധിക്കുക, കർത്താവിന്റെ ആത്മാവ് യേശു കർത്താവ് ദൈവസഭയോട് പറയുക, നിങ്ങൾ പാർക്കുന്നത് സാത്താന്റെ പാർപ്പിടമുള്ളിടത്താണ്. സാത്താന്റെ കുടീരങ്ങളിൽ കുടീരങ്ങളുള്ളിടത്താണ്, കുടിയിരിപ്പുള്ളിടത്താണ് നിങ്ങൾ പാർക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ സഹോദരൻ, എന്റെ സഹോദരനും വിശ്വസ്ത സാക്ഷിയുമായ അന്തിപ്പാസിനെ വധിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ എന്റെ നാമം നിഷേധിച്ചില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ നിഷേധിച്ചു കളഞ്ഞില്ല. രണ്ട് മെറിറ്റ്സ്, there are two merits ആണ് പെർഗമോസിലെ ദൈവസഭയെ കുറിച്ച് കർത്താവ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവരെ കുറിച്ച് രണ്ട് ആരോപണങ്ങളും പറയുന്നുണ്ട്. കുറ്റാരോപണങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേൽ മക്കളെ വിഗ്രഹാർപ്പിതം തിന്നാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലിയാമിന്റെ ഉപദേശം പിടിക്കുന്നവർ നിങ്ങളുടെ നടുവിലുണ്ടോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ദൈവസഭയ്ക്കകത്തേക്ക് വിഗ്രഹാർപ്പിതങ്ങൾ, വിഗ്രഹ ആരാധനകൾ, മറ്റുള്ള ആരാധനാക്രമങ്ങൾ ദൈവസഭയ്ക്കകത്തേക്ക് പ്രവേശിപ്പിച്ചു. ദൈവസഭ രാജകീയ സഭയായി തീർന്നപ്പോ രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടതായി വന്നു ജനത്തിന്. അതുകൊണ്ട് മാനസാന്തരമില്ലാതെ, ദൈവവചനം അറിയാതെ ആയിരക്കണക്കിന് ജനം ദൈവസഭയിലേക്ക് വരുവാനിടയായി. ഈ കാലഘട്ടത്തിൽ റോമിലെ പോപ്പ് യൂണിവേഴ്സൽ ബിഷപ്പായിട്ട് പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ ചർച്ച് became the റോയൽ ഇംപീരിയൽ ചർച്ച്, രാജകീയ സഭയായി മാറി. രാജകീയ സഭയായപ്പോ രാജാവ് ദൈവസഭയുടെ നേതൃത്വം ഏറ്റെടുത്തു. റോമൻ ബിഷപ്പ് സാർവത്രിക ബിഷപ്പായി പ്രസ്താവിച്ചു. ദൈവസഭയ്ക്കകത്തേക്ക് അനവധി ദുരുപദേശങ്ങൾ പ്രവേശിക്കുന്നു. ബലയാമിന്റെ ഉപദേശം പിടിച്ചു നിൽക്കുന്നവർ നിങ്ങളുടെ കൂടെയുണ്ട്. നിക്കലോവ്യരുടെ ഉപദേശം, പട്ടത്തെ ഉപദേശങ്ങൾ പിടിച്ചു നിൽക്കുന്നവർ നിങ്ങളുടെ കൂടെയുണ്ട്. യഹൂദന്റെ പ്രീസ്റ്റ്ലി ഹെറിഡിറ്ററി പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർ നിങ്ങളുടെ ഇടയിലുണ്ടോ? അപ്പോ ദൈവസഭ രാജകീയ സഭയായി തീർന്നപ്പോ ദൈവസഭയിലേക്ക് ചിലതൊക്കെ പ്രവേശിപ്പാനിടയായി. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എന്റെ ദാസനായ അന്തിപ്പാസ് വധിക്കപ്പെട്ട സമയത്ത് പോലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിഷേധിച്ചില്ല. നിങ്ങൾ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുക. രണ്ട് മെറിറ്റ്സ്, there are two merits to the church of Pergamum. Same to same, there are two demerits also. Demerits എന്ന് പറയുന്നത്, the one who is holding the doctrine of Balaam, ബലയാമിന്റെ ഉപദേശം പിടിച്ചു നിൽക്കുന്നവർ നിങ്ങളുടെ അകത്തുണ്ടോ? രണ്ട്, the one who is holding the doctrine of Nicolaitans, നിക്കലോവരുടെ ഉപദേശവും പിടിച്ചു നിൽക്കുന്നവരും നിങ്ങളുടെ നടുവിലുണ്ട് എന്ന് വെച്ച് കർത്താവരോട് പറയുന്നു. കർത്താവരോട് പറയുക, സോറി, നിക്കലോവരുടെ ഉപദേശം പിടിച്ചു നിൽക്കുന്നവരും നിങ്ങളുടെ നടുവിലുണ്ട്. കർത്താവരോട് പറയുന്നു, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വരികയും എന്റെ വായിലെ വാളുകൊണ്ട് നിങ്ങളോട് പോരാടുകയും ചെയ്യും. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ പറഞ്ഞു, ഇരുവായ്ത്തില് ഉള്ള വാളുള്ളവൻ അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരുവായ്ത്തിലുള്ള വാളുള്ളവൻ, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറുന്നു, സന്ധികളെയും മജ്ജകളെയും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും തുളച്ചു കയറുന്നതുമാകുന്നെന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ദാറ്റ് മീൻസ്
The word of God is like a two-edged sword. ഏതിനെയും ഇരുവായ്ത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം ആകുന്ന വാള്. അപ്പോ 2 മെറിറ്റ്സ് ആൻഡ് 2 ഡിമെറിറ്റ്സ്. മെറിറ്റ്സ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെന്റെ നാമം പിടിച്ചിരിക്കുന്നു. എന്റെ ദാസനായ അന്തിപ്പാസ് വധിക്കപ്പെട്ട കാലത്ത് പോലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിഷേധിച്ചില്ല. 2 മെറിറ്റ്സ് ആൻഡ് 2 ഡിമെറിറ്റ്സ്. ഒന്ന്, the people those who are holding the doctrine of Belial. Second one, people those who are holding the doctrine of Nicolaitans. ബലയാമിന്റെ ഉപദേശം പിടിച്ചു നിൽക്കുന്നവർ, നിക്കലോവിയരുടെ ഉപദേശം പിടിച്ചു നിൽക്കുന്നവർ. ബലയാമിന്റെ ഉപദേശം എന്ന് പറഞ്ഞത് ഇസ്രായേൽ ജനത്തെ കൊണ്ട് വിഗ്രഹാർപ്പിതം തിന്നുവാൻ, അവരുടെ ഇടയിലേക്ക് പരസ്യം കൊണ്ടുവരുവാൻ, അവരുടെ ഇടയിലേക്ക് ഫോർണിക്കേഷൻ കൊണ്ടുവരുവാൻ ബാരാക്കിന് ഉപദേശം കൊടുത്ത ബലയാം. സംഖ്യാപുസ്തകം 20 മുതൽ 23 വരെ അധ്യായങ്ങളിൽ ഈ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള 2 ഉപദേശങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ ദൈവസഭയിലുണ്ടെന്ന് കർത്താവ് 2 കുറ്റങ്ങളും പറഞ്ഞു. എന്നുവെച്ചാൽ ആണ് അവരോട് പറയുന്നത്, റിപ്പന്റ്, ഐ ആം കമ്മിങ് സൂൺ, ഞാൻ വേഗത്തിൽ വരുന്നു, മാനസാന്തരപ്പെടുക, അല്ല ഞാൻ എന്റെ വായിലെ വാളുകൊണ്ട് നിങ്ങളോട് പോരാടും. അപ്പോ ശ്രദ്ധിക്കുക, ഞാൻ 15-ാം വാക്യം കൂടെ എടുക്കുകയാണ്. 15-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ പറഞ്ഞു 2 മെറിറ്റ്സ്. ഒന്ന്, നിങ്ങൾ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. 2, എന്റെ ദാസനായ അന്തിപ്പാസിനെ വധിച്ചതായ കാലഘട്ടത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കൈവിട്ടില്ല. 2 മെറിറ്റ്സ്. അതേ സെയിം ടു സെയിം 2 ഡിമെറിറ്റ്സ് കൊണ്ട്. ഒന്ന്, ബാലാഖിന് ഇസ്രായേൽ ജനത്തെ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ഉപദേശിച്ചു കൊടുത്ത ബലയാമിന്റെ ഉപദേശം പിടിച്ചു നിൽക്കുന്നവർ. The doctrine that which is given by Belial, those who are holding the doctrine of Belial. Second one, the doctrine of Nicolaitans. പട്ടത്ത സഭകളുടെ ഉപദേശങ്ങൾ പിടിച്ചു നിൽക്കുന്നവരും നിങ്ങളുടെ നടുവിലുണ്ട്. ഒന്ന്, ദൈവസഭയിലേക്ക് വിഗ്രഹാർപ്പിതം തിന്നാൻ കൊണ്ടുവരുന്നു, പരസ്യം ദൈവസഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്നു, ഏത് വിധത്തിലും ദൈവസഭ നടന്നു പോകാമെന്നുള്ള ഒരു കോംപ്രമൈസ് ദൈവസഭയ്ക്കകത്തേക്ക് വന്നു. This church is also called as the compromised church. രാജകീയ വിളംബരത്തിന്റെ അടിസ്ഥാനത്തിൽ രാജാവിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ദൈവസഭ മുമ്പോട്ട് കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നതായ റോമൻ ആരാധനകൾ, റോമാ മതത്തിന്റെ ആരാധനകളെല്ലാം ദൈവസഭയിൽ ആരാധനാക്രമങ്ങളായി മാറി. സൂര്യദേവനെ ആരാധിക്കുന്നത്, അമ്മയും കുഞ്ഞിനെയും ആരാധിക്കുന്നത്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്, വിഗ്രഹാർപ്പിതം ദൈവസഭയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. പരസംഘം ദൈവസഭയിൽ പ്രവേശിച്ചു. സെക്സൽ ഇമ്മോറാലിറ്റി ദൈവസഭയ്ക്കകത്ത് പ്രവേശിച്ചു. ഈ കാര്യങ്ങൾ ഉണ്ടായപ്പോ കർത്താവ് പറഞ്ഞു, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന എന്റെ വായിലെ വാള് കൊണ്ട് നിങ്ങളോട് പോരാടും.
The Spirit of God is clearly telling to the people, those who are staying in the church, that you people are holding the doctrine of Balaam. That means Balaam instructed Balak to send their women into the camp of Israelites. There came the fornication. There came the sexual immorality. There came the adultery, idol worship into the church, This is the doctrine of the Balaam. Balaam instructed King Balak, Moabite king, and said to him that, send your women into the camp of Israelites. There came sexual immorality. There came fornication. And the people became mingled with the Gentile nations. This is the doctrine of Balaam. അതാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്. എനിക്ക് നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ടോ? ഒന്ന്, ബലയാമിന്റെ ഉപദേശം പിടിച്ചു നിൽക്കുന്നവർ നിങ്ങളുടെ നടുവിലുണ്ട്. രണ്ട്, നിക്കലോവ്യരുടെ ഉപദേശം പിടിച്ചു നിൽക്കുന്നവരും നിങ്ങളുടെ നടുവിലുണ്ട്. What is the doctrine of Nicolaitans? They are the group who instructed the church to follow up the priestly ordination. Nicolaitans are the group who instructed the church to follow the Jewish priestly ordination into the church. ദൈവസഭയ്ക്കകത്ത് യഹൂദ പാരമ്പര്യത്തിന്റെ പൗരോഹിത്യം കൊണ്ടുവന്നത് നിക്കലോഷ്യൻസ് ആണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ ആത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, there are some people who holding the doctrines of Nicolaitans. Second one, there are some people who is following the doctrine of Balaam. വിഗ്രഹാർപ്പിതം തിന്നാമെന്നും വിഗ്രഹത്തെ ആരാധിക്കാമെന്നും മറ്റുള്ള കാര്യങ്ങൾ ജനത്തെ നടുവിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത് ഈ കാലഘട്ടത്തിലാണ്. Roman emperor became the Christian and he instructed the people, all his people, to be Christians without any repentance at all. തന്റെ ഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന സകലരും ക്രിസ്ത്യാനികളായി തീരണമെന്ന് എംപറർ കോൺസ്റ്റന്റൈൻ ഒരു ഡിക്ലറേഷൻ ചെയ്തു. അങ്ങനെ ഡിക്ലറേഷൻ വന്നപ്പോൾ രാജകൽപ്പന തിരസ്കരിക്കാൻ പലർക്കും കഴിഞ്ഞില്ല. Thousands of people joined into the church. Thousands of people joined into the church. There was no persecution. Openly church grew like anything. When Roman Emperor Constantine became the Christian, he declared that all the people under his emperor should be Christians. തന്റെ ഭരണത്തിന്റെ കീഴിലുള്ള എല്ലാവരും ക്രിസ്ത്യാനികളായി തീരണമെന്ന് ഒരു പ്രഖ്യാപനമുണ്ടായി. അങ്ങനെ വന്നപ്പോ when they came to the church, when the Roman people, those who are following the Roman religious civilization, when they entered into the church compromised with the people. റോമൻ ഭരണാധികാരി ക്രിസ്ത്യാനിയായി തീർന്നു കഴിഞ്ഞപ്പോ
തന്റെ ഭരണത്തിന്റെ കീഴിലുള്ള സകല പ്രജകളും ക്രിസ്ത്യാനികളായി തീരണം എന്നൊരു ഓർഡർ പ്രഖ്യാപിച്ചു. ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമായി ആയിരങ്ങൾ ക്രിസ്തു സഭയിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോ ആയിരങ്ങൾ നിർബന്ധമായി ക്രിസ്തുവിലേക്ക് വന്നപ്പോ ക്രിസ്തു സഭയിലെ സ്വീകരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോ എന്തു സംഭവിച്ചു? അവർ വന്നപ്പോ അവരുടെ ദുരാചാരങ്ങളും അവർ റോമൻ മതത്തിൽ പിൻപറ്റിക്കൊണ്ടിരുന്നതായ വിഗ്രഹ ആരാധനയും വിഗ്രഹങ്ങളെ സേവിക്കുന്നതും ഇവയൊക്കെ ദൈവസഭയ്ക്കകത്തേക്ക് പ്രവേശിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വളരെ പ്രധാനമായി എടുത്തു പറഞ്ഞത്, സം പീപ്പിൾ ആർ ഹോൾഡിംഗ് ദ ഡോക്ട്രിൻ ഓഫ് ബെലയാം among you. Some are holding the doctrines of Nicolaitans among you. രണ്ട് ദോഷവശങ്ങളും രണ്ട് ഗുണവശങ്ങളും ഈ പെർഗമോസിലെ ദൈവസഭയെ കുറിച്ച് കർത്താവ് പറഞ്ഞു. ഗുണങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. നിങ്ങൾ എന്റെ നാമം മുറുകെ പിടിച്ചിട്ടുണ്ടോ? അന്തിപ്പാസിനെ വധിച്ചതായ കാലഘട്ടത്തിൽ പോലും there was a saint called Antipas. അന്തിപ്പാസിനെ വധിക്കപ്പെട്ട കാലഘട്ടത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിഷേധിച്ചില്ല. രണ്ട് ഗുണങ്ങൾ, സെയിം ടു സെയിം, രണ്ട് ദോഷങ്ങൾ. ഒന്ന്, വിഗ്രഹാർപ്പിതം തിന്നാൻ ഇസ്രായേൽ ജനത്തെ പ്രേരിപ്പിച്ച ബലയാമിന്റെ ഉപദേശം പിൻപറ്റുന്നവരായ ചിലർ നിങ്ങളുടെ നടുവിലുണ്ട്. രണ്ട്, നിക്കലോവരുടെ ഉപദേശം പിൻപറ്റുന്ന കുറച്ച് ആൾക്കാർ നിങ്ങളിൽ ഉണ്ട്. എന്നുവെച്ചാൽ അവരോട് പറയുക, സോ റിപ്പന്റ്, അതർവൈസ് ഐ ഷാൽ കം ആൻഡ് ഐ ഷാൽ ഫോർഡ് വിത്ത് യു വിത്ത് മൈ സോഡ്. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളുകൊണ്ട് ഞാൻ നിങ്ങളോട് പോരാടും. ഇരുവായുത്തിലുള്ള വാളുള്ളവൻ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇരുവായുത്തിലുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഇവിടെ കർത്താവ് പറയുക, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാള് കൊണ്ട് നിങ്ങളോട് പോരാടും. ഇന്ന് രാത്രി ഞാൻ ഇന്നത്തെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. And next two verses, 15, 16 and 17, we'll be discussing on Friday if Jesus is not arriving. If God allows me, surely we will be discussing the last three verses. One thing I'm telling you, when the church became imperial church, or the royal church, there came many doctrines into the church. They have adopted Roman religious doctrines into the church. അങ്ങനെയാണ് ദൈവസഭയിൽ വിഗ്രഹാരാധന പ്രവേശിച്ചത്. അതിനാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്, there is a group, they are following the doctrines of Balaam. Next one, there is a group, they are following the doctrines of Nicolaitans. Then അവരോട് പറഞ്ഞു, repent, otherwise I shall come and fought with the word of my mouth. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളുകൊണ്ട് നിങ്ങളോട് പോരാടും. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമക്കളെ, പെർഗമോസിലെ ദൈവസഭയിലേക്ക് അനവധി ദുരുപദേശങ്ങൾ പ്രവേശിച്ചു, അനവധി ദുരാചാരങ്ങൾ കയറി. രാജാവിന്റെ സഭയായി തീർന്നപ്പോ, രാജകീയ സഭയായി മാറിയപ്പോ ദൈവസഭയുടെ പീഡനങ്ങൾ നിന്നുപോയി. റോമൻ മതത്തിൽ നിന്ന് ആയിരക്കണക്കിന് ജനം ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നു. അവർ വന്ന കൂട്ടത്തിൽ അവരുടെ ആചാരങ്ങൾ, അവരുടെ പുരോഹിതന്മാർ, അവരുടെ പുരോഹിത കർമ്മങ്ങൾ, ഇവയെല്ലാം ദൈവസഭയിൽ വരുവാനിടയായി.
ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ദൈവസഭ വിഗ്രഹാരാധനകളെയും മറ്റും പ്രോത്സാഹിപ്പിക്കുവാനിടയായി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, റിപ്പന്റ് unless I shall come and fought with the sword of my mouth. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളുകൊണ്ട് ഞാൻ നിങ്ങളോട് പോരാടും. ആകയാൽ മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇന്ന് രാത്രി ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. പ്രിയ കർത്താവേ, ഇന്ന് രാത്രി ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ, എല്ലാവരും അനുഗ്രഹീതരായി തീരട്ടെ. തിരുനാമം മഹത്വപ്പെടണം യേശു കർത്താവിന്റെ നാമത്തിൽ. പ്രിയ പിതാവേ, ദിസ് ഈസ് പാസ്റ്റർ സണ്ണി കെ തോമസ് ഫ്രം ചെങ്ങന്നൂർ signing off. Let Almighty God give you all the blessings. Amen, amen, amen.